ഞങ്ങൾ പിരിവെടുത്തുകൊണ്ടോ നമ്മുടെ കളിച്ചത്. കൊല്ലം സബീനെ ഇവര് രണ്ട് പ്രാവശ്യം കൈകുത്തിയിട്ടും ഇവർക്ക് തന്നെ പ്രൈസ് കൊടുത്തു. ഉദാഹരണത്തിന് ഞാൻ ഒരു വീഡിയോ കാണിക്കാം. ഇതേ ടീംസ് തന്നെ കൊല്ലം സബീനും വീണു. നമ്മൾ പറയുന്ന കേൾക്കണ്ട, കളിച്ച കുട്ടികൾ പറയുന്ന മാത്രം കേട്ടാ മതി. ഞങ്ങൾക്ക് കിട്ടണമെന്ന് ഞങ്ങൾ പറയുന്നത് ഇതിലും നല്ലതാ ആ ജഡ്ജസിന്റെ അടുത്ത് പറ കൊട്ടാരക്കര സ്റ്റാൻഡിൽ ചെന്ന് തോർത്തിട്ട് വിരിച്ചിരിക്കാൻ. അതിലും നല്ലതാ. ഇതിനെക്കാട്ടി നല്ല രൂപ കിട്ടും. എന്തിനാ ഈ മേടിച്ച് കൊച്ചു മക്കൾക്കുള്ള പൈസ എന്തോതിനാ മേടിച്ച് തിന്നുന്ന? പോയി ചാവാൻ പറ. എന്തിനാ കയറി കിടക്കുന്നേ? കൊല്ലം ജില്ലയിലും ഇത് തന്നെ ആയിരിക്കും നടക്കുന്നത്. കാരണം ഈ ഗ്രൂപ്പ് ഡാൻസ് സ്റ്റേറ്റിൽ പോയാൽ ബി ഗ്രേഡ് ഉറപ്പിച്ച് ബി ഗ്രേഡ് തന്നെ ആയിരിക്കും ഇതിന് നടക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ലിസ്റ്റ് കാണിച്ചു തരാം. ലിസ്റ്റ് ചെയ്ത് പുറത്ത് വരുമല്ലോ. അല്ലെങ്കിൽ 30ാം സ്ഥാനം 40ാം സ്ഥാനം ഇതിൽ കൂടുതൽ വരത്തില്ല. ഉറപ്പാണിത്. ഈ കൊല്ലത്തുനിന്നേ എന്താ ഈ പോയിന്റുകൾ കുറഞ്ഞു വരാൻ കാര്യം എന്താ? ഇവിടുന്ന് കഴിവുള്ള കുട്ടികളെ കയറ്റി വിടുന്നില്ല. കഴിവുള്ള കുട്ടികൾ കയറി വന്നാൽ അവർ താണ്ട് ഇവിടെ ഓവറോളും അടിച്ചുകൊണ്ടേ ഇവിടെ വരത്തുള്ളൂ. പക്ഷെ കഴിവുള്ള കുട്ടികളെ വരെ കയറ്റി വിടാൻ സമ്മതിക്കൂല. ഈ കമ്മിറ്റിക്കാരും അത് തന്നെ. ഇന്നലെ UPക്ക് നടന്ന മത്സരം തന്നെ കമ്മിറ്റിക്കാരാ റിസൾട്ട് മാറ്റി എഴുതിയത്. ആദ്യം റിസൾട്ട് എല്ലാം ജഡ്ജസ് എഴുതി വെച്ചതിന് ശേഷം അകത്ത് പോയിട്ട് വീണ്ടും റിസൾട്ട് പേപ്പർ പുറത്തെടുത്തുകൊണ്ട് വന്ന് അവരെ കൊണ്ട് മാറ്റി എഴുതിച്ച് എന്നിട്ടാ കൊടുത്തത് ഫസ്റ്റ്. എന്തിനാന്ന് നമുക്ക് അറിയത്തില്ല. ഇനി അവർക്കും പകുത്ത് കൊടുക്കണം. അപ്പൊ 1.5 ലക്ഷം കിട്ടി കഴിഞ്ഞാൽ 30 പോയി കഴിഞ്ഞ് മറ്റേ ആളെ 70 എടുത്തോളൂ. അതിനെക്കാട്ടി തൊഴിലുറപ്പിന് വരാൻ പറയാം. ഇവളൊക്കെ അതാ ചെയ്യണ്ട.